ഒരു ഫോൺ ബ്രാൻഡ് എങ്ങനെയാണ് അവരുടെ വരാനിരിക്കുന്ന ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഡിസൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഏത് തരത്തിലുള്ള ഡിസ്പ്ലേ ആണ് വേണ്ടത്, ഏത് സ്പെസിഫിക്കേഷനുള്ള പ്രൊസസ്സറാണ് വേണ്ടത്, എങ്ങനത്തെ ക്യാമറ സെറ്റപ്പ് വേണം, ഏതുപോലത്തെ ബാറ്ററി ആയിരിക്കണം, എത്ര ചാർജിങ് വേണം, ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഫോൺ മാനുഫാക്ചർ അല്ലെങ്കിൽ ഒരു ഫോൺ കമ്പനി ഡിസൈഡ് ചെയ്യുന്നത്. വില കൂടിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആണെങ്കിൽ ഓക്കെ, ടോപ്പ് ലെവൽ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. പക്ഷേ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഇത്രയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ, ഫോൺ ബ്രാൻഡുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു സെഗ്മെൻറ്റാണ് ഈ മിഡ് റേഞ്ച്. സോ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നത്. അത് അങ്ങനെ പറയാം, കാരണം നമുക്ക് എക്സാക്ട് സ്ട്രാറ്റജി എന്തായാലും അറിയില്ല. പക്ഷെ നമുക്ക് നോക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയായിരിക്കും ഈ സ്ട്രാറ്റജി. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സ്പെസിഫിക്കേഷൻസ് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഫോർ എക്സാമ്പിൾ, ആ ഒരു മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മുടെ ഓൾറെഡി കഴിഞ്ഞ ഒരു 6 മാസം പിന്നെ 1 വർഷം മുമ്പ് ഇറക്കിയ ഫോണുകൾ ഇപ്പോഴും ഉണ്ട്. സോ ആ ഒരു ഫോണുകളുടെ സെയിൽസ് കുറയാൻ പാടില്ല, അല്ലെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ അതിൻ്റെ സെയിൽസ് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. പ്ലസ് ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ മറ്റ് കമ്പനികളുടെ ഫോണുണ്ട്, നമ്മൾ അതെടുക്കുന്നില്ല. മറ്റ് കമ്പനികളുടെ ഫോൺ വിട്ടേക്ക്, നമ്മുടെ കമ്പനികളുടെ സെയിൽസ് കുറയാൻ പാടില്ല. സോ നമുക്ക് ഉദാഹരണം എടുക്കാം റിയൽമി എന്ന കമ്പനിയുടെ. സോ റിയൽമി എന്ന കമ്പനിയുടെ 6 മാസം മുമ്പ് ഇറങ്ങിയ ഒരു സീരീസാണ് റിയൽമി 6 സീരീസ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 18,000 to 20,000 ഉള്ള പ്രൈസ് സെഗ്മെൻറ്റിലുള്ള ഫോണാണ് റിയൽമി 6 Pro. അതേ രീതിയിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏകദേശം 1 വർഷം മുമ്പ് ഇറങ്ങിയ ഫോണാണ്, ഇപ്പോഴും വളരെ ഹിറ്റായിട്ട് സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ് റിയൽമിയുടെ റിയൽമി X2. സോ നമ്മുടെ ഉദ്ദേശം റിയൽമി 6 Proയും റിയൽമി X2ൻ്റെ സെയിൽസ് കുറയാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ പുതിയൊരു റിയൽമി 7 Pro ഇറക്കുമ്പോൾ അതൊരു യുണീക്ക് ഫോണായിരിക്കണം, അല്ലെങ്കിൽ ഒരു യുണീക്ക് സ്പെസിഫിക്കേഷൻസ് ഉള്ള ഫോണായിരിക്കണം. കാരണം ബാക്കി ഉള്ളതുപോലെ ഇറക്കിയാൽ എന്തിനാണ് ആരെങ്കിലും റിയൽമി 7 Pro വാങ്ങിക്കുന്നത്? അല്ലെങ്കിൽ ബാക്കി ഈ കിടക്കുന്ന ഈ 2 ഫോണുകളെ കാര്യം ഒരു ബെറ്റർ ഫോൺ റിയൽമി 7 Pro ആണെങ്കിൽ ബാക്കി റിയൽമി 6 Pro, റിയൽമി X2 ആരും മേടിക്കില്ലല്ലോ. സോ അങ്ങനെ നമുക്ക് നോക്കാം, റിയൽമി 7 Proനെ ഒരു യുണീക്ക് ഫോൺ ആക്കണം, എന്നാൽ മറ്റു ഫോണുകളുടെ മേളിലോ താഴെ ആവാൻ പാടില്ല. പിന്നെ ഒരു കാര്യം, പുറത്ത് നല്ല മഴയുണ്ട്, സോ ചിലപ്പോൾ അതിൻ്റെ സൗണ്ട് കയറി വന്നേക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്ന സ്പെസിഫിക്കേഷൻസ് ആണ് ഡിസ്പ്ലേ. ഓക്കെ, സോ ഡിസ്പ്ലേ നോർമലി 2 കാറ്റഗറിയാണ്, IPS LCD അല്ലെങ്കിൽ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ. ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി IPS LCD ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് സെഗ്മെൻറ്റിൽ നോർമൽ റിഫ്രഷ് റേറ്റിൻ്റെ IPS LCD ഇറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി റിയൽമി 6 Proയിൽ 90 Hz LCD കൊടുത്തതാണ്. സോ നമുക്ക് എന്തായാലും ഇനി ഒന്നുകൂടെ 60 Hz ആക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ 90 Hz അല്ലെങ്കിൽ 120 Hz ആക്കാൻ കഴിയും. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു യൂസർ ബേസ്, ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമ്മളെ ഉപഭോക്താക്കളായ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഏതാണ്? സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ. റിയൽമിയുടെ ഹെഡ് ശരിക്കും പറഞ്ഞ ഒരു പോൾ നടത്തിയിരുന്നു ട്വിറ്ററിൽ, നിങ്ങൾക്ക് കൂടിയ റിഫ്രഷ് റേറ്റുള്ള LCD വേണോ അതോ നോർമൽ റിഫ്രഷ് റേറ്റുള്ള സൂപ്പർ ആമോലെഡ് വേണോ? സോ എല്ലാവരും, എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് 75-80% ആളുകൾ പറഞ്ഞത് അവർക്ക് എന്താ പറയുന്നത്, കൂടിയ റിഫ്രഷ് റേറ്റുള്ള LCD വേണ്ട, നോർമൽ റിഫ്രഷ് റേറ്റ് ആണെങ്കിലും സൂപ്പർ ആമോലെഡ് മതി. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്കത് ഫിക്സ് ചെയ്യാം. നമുക്ക് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഫിക്സ് ചെയ്യാം. നെക്സ്റ്റ് ആണ് റിഫ്രഷ് റേറ്റ്. 60 Hz വേണോ, 90 Hz വേണോ, 120 Hz വേണോ? സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ തന്നെ നല്ല എക്സ്പെൻസീവ് ആയ ഡിസ്പ്ലേ ആണ് കേട്ടോ. സോ അതിൻ്റെ മേളിൽ റിഫ്രഷ് റേറ്റും കൂടി കൂട്ടി കൊടുത്താൽ ബുദ്ധിമുട്ടാണ്, നല്ല ഒരു എക്സ്പെൻസീവ് ഫോണായി മാറും. സോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ തൽക്കാലം 60 Hz സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ മതി. അതിൻ്റെ കൂടിയ ഡിസ്പ്ലേൻ്റെ ആവശ്യമില്ല. കാരണം കോമ്പറ്റീറ്ററും ഇനി സാംസങ് മാത്രമേ ഉള്ളൂ ശരിക്കും സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേൻ്റെ ഒരു കോമ്പറ്റീറ്റർ. അവരും 60 Hz ആണ് കൊണ്ടുവരുന്നത്. 90 Hz കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് മിക്കവാറും അടുത്ത റിയൽമി 8 Pro വരുമ്പോൾ നമുക്ക് നോക്കാം. റിയൽമി 7 Proയിൽ തൽക്കാലം നമുക്ക് 60 Hzഉം സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ കൊടുക്കാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ റിയൽമി 6 Proൻ്റെ മേളിൽ കയറി, പക്ഷേ ഇപ്പോൾ നമ്മൾ റിയൽമി X2ൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ റിയൽമി X2 ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് പ്രീമിയം മിഡ് റേഞ്ച് ഫോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവാണ്. ആ കാര്യം നമ്മൾ ഓർക്കണം. സോ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും റിയൽമി 7 Proനെയും റിയൽമി X2നെയും നമ്മൾ എങ്ങനെയാണ് മാറ്റി നിർത്തുന്നത്? ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് നമുക്ക് ഡിസ്പ്ലേൻ്റെ സൈസ് കുറയ്ക്കാം. സോ റിയൽമി 6 Proയിൽ ഉണ്ടായിരുന്നത് 6.6 ഇഞ്ചാണ്, നമുക്കത് കുറച്ചിട്ട് 6.4 ആക്കാം. സോ റിയൽമി X2ൻ്റെ സൈസ് ഓൾമോസ്റ്റ് ആയി. കാരണം സൈസ് കൂട്ടി കൊടുത്താൽ പിന്നെ റിയൽമി X2നെക്കാളും കൂടുതലായി പോകും. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രൊട്ടക്ഷൻ കുറയ്ക്കാം. സോ റിയൽമി 6 Proയിലും റിയൽമി X2ലും ഗൊറില്ല ഗ്ലാസ് 5 ആണ്. ഇത് നമുക്ക് കുറച്ച് കൊടുക്കാം. സോ ഗൊറില്ല ഗ്ലാസ് 3+ കൊടുത്താൽ ഓൾമോസ്റ്റ് ഈക്വലി ബാലൻസ് ആയി. സോ ഡിസ്പ്ലേൻ്റെ കാറ്റഗറി നോക്കിയാൽ ഹയർ റിഫ്രഷ് റേറ്റ് ഉള്ളവർക്ക് 6 Pro വാങ്ങാം. ആമോലെഡ് പ്ലസ് ഗൊറില്ല ഗ്ലാസ് 5 വേണമെങ്കിൽ റിയൽമി X2 വാങ്ങാം. അതല്ല നോർമൽ ആമോലെഡ് ഡിസ്പ്ലേ വിത്ത് നോർമൽ ഗൊറില്ല ഗ്ലാസ് 3+ൻ്റെ പ്രൊട്ടക്ഷൻ മതിയെങ്കിൽ നിങ്ങൾക്ക് റിയൽമി 7 Pro വാങ്ങാം. നെക്സ്റ്റ് സ്പെസിഫിക്കേഷൻ ആണ് ബിൽഡ് അല്ലെങ്കിൽ ഡിസൈൻ. സോ റിയൽമി 6 Proയിലും റിയൽമി X2ലും രണ്ടിലും
ഫ്രണ്ടും ബാക്കും Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് പ്രീമിയം ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡാണ്. നമ്മൾ Realme 7 Pro ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡായിട്ട് ഇറക്കിയാൽ പ്രശ്നം എന്താണ്? ഫസ്റ്റ് Realme 6 Pro വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു അപ്ഗ്രേഡ് ആയി പോകും. ഇപ്പോൾ Realme 6 Pro ഒരു യൂസ്ലെസ് അല്ലെങ്കിൽ വേണ്ടാത്ത ഫോണായി മാറും. സെക്കൻഡ് പ്രോബ്ലം എന്താണ്? Realme X2യുമായിട്ട് ക്ലാഷ് ചെയ്യാൻ തുടങ്ങും. സോ ഇച്ചിരിയുടെ വില കൂടിയ ഫോണാണ് Realme X2. ആ Realme X2യുമായിട്ട് ക്ലാഷ് ചെയ്യാൻ തുടങ്ങും. സോ ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്? പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക്. സോ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് വരുമ്പം രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഫസ്റ്റ് ആണ് Realme 6 Proന് ഒരു അഡ്വാൻറ്റേജ് കിട്ടി. Gorilla Glass ഫ്രണ്ടും ബാക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് Realme 6 Proനുണ്ട്. AMOLED ഇല്ലെങ്കിലും LCD ആണെങ്കിലും ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതേ സമയത്ത് Realme X2നും Realme 7 Proനും രണ്ടിനും AMOLED ആണെങ്കിലും Realme X2ൽ മാത്രമേ Gorilla Glass 5ൻ്റെ ഫ്രണ്ടും ബാക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളൂ. പ്ലസ് Realme 7 Proയിൽ ഈ ഗ്ലാസിൻ്റെ ബിൽഡ് എടുത്ത് മാറ്റിയത് കൊണ്ട് അവർക്ക് വെയിറ്റ് കുറഞ്ഞു എന്നും പറയാം. അതാണ് ബേസിക്കലി ലോഞ്ച് ഇവൻറ്റിൽ പറഞ്ഞത്. പക്ഷേ ബിൽഡിനെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല റിയൽമി. സോ ഞാൻ പോലും ആ ഒരു ലോഞ്ച് ഇവൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഫ്രണ്ടും ബാക്കും Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് Realme 7 Proയിൽ ഉള്ളത്. സോ നമ്മൾ ഡിസ്പ്ലേയും ബിൽഡും തീരുമാനിച്ചു. നെക്സ്റ്റ് ആണ് നമുക്ക് പ്രൊസസ്സർ അല്ലെങ്കിൽ ചിപ്സെറ്റ് നോക്കാം. സോ ഈ ഒരു മിഡ് റേഞ്ച് 17 to 20,000 ഉള്ള ഈ പ്രൈസ് റേഞ്ചിൽ ഇപ്പം ബേസിക്കലി രണ്ട് ചിപ്സെറ്റ്സേ ഉള്ളൂ. സ്നാപ്ഡ്രാഗൻ്റെ 720G ഉണ്ട്, പിന്നെ 730G ഉണ്ട്. ഇനി നമ്മൾ 730G ഇടുകയാണെങ്കിൽ അത് Realme X2യുമായിട്ട് നല്ല ക്ലാഷ് ആയിരിക്കും. കാരണം Realme X2ൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പം സൂപ്പർ AMOLED ഡിസ്പ്ലേ ഇപ്പോൾ 730G ആണ്. അതിനെ പ്രീമിയം ലെവലിൽ ആക്കുന്നുണ്ട് Realme X2നെ. സോ 730G ഇട്ട ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ Realme 6 Pro വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അങ്ങ് കയറി പോവുകയും ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്നാപ്ഡ്രാഗൺ 720G കൊടുക്കാം. കാരണം എന്തായാലും Realme 6 സീരീസ് ഒക്കെ ഇറക്കിയപ്പോൾ നമ്മൾ തള്ളിയിരുന്നു 720G 730Gനേക്കാളും ബെറ്റർ ചിപ്സെറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, 730G ബെറ്റർ ചിപ്സെറ്റ് ആണ്. പിന്നെ വിലയും കുറവാണ് 730G വെച്ച് നോക്കുമ്പോൾ. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 720G കൊടുക്കാം. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ചിപ്സെറ്റാണ് 720G. സോ നമുക്ക് 720G കൊടുക്കാം. അത് വെച്ച് നമുക്ക് കുറച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്ലസ് കുറച്ച് പൈസയും ലാഭിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു കോളിളക്കം സൃഷ്ടിക്കാൻ വേണ്ടി 765G കൊണ്ടുവന്നിടാം. പക്ഷേ പ്രശ്നം എന്താണ്? സോ ഇനി അടുത്ത Realme 8 Pro വരുമ്പോൾ നമ്മൾ എന്ത് അപ്ഗ്രേഡ് ചെയ്യും? സോ ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. സോ അതും നമ്മൾ മനസ്സിൽ ഓർക്കണം. ഇനി ഒരുപാട് 8 Pro 9 Pro 10 Pro ഒക്കെ വരാനിരിപ്പുണ്ട്. സോ നമ്മൾ ഈ ഒരു 7 Proയിൽ എല്ലാം കൂടെ എടുത്തിട്ടാൽ നെക്സ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിനൊരു എഫക്റ്റ് കാണത്തില്ല. സോ നമുക്ക് 720G തന്നെ ഇടാം. നെക്സ്റ്റ് നമുക്ക് മെയിൻ ക്യാമറ സെറ്റപ്പ് നോക്കാം. സോ നമുക്ക് വേണമെങ്കിൽ Realme 6 Proൻ്റെ എക്സാക്ട്ലി സെയിം ക്വാഡ് ക്യാമറ സെറ്റപ്പ് നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം Realme 7 Proയിലേക്ക്. സോ പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ Realme 6 Proയിൽ വളരെ നല്ലൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 12 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ, 8 മെഗാപിക്സലിൻ്റെ വൈഡ്, അൾട്രാ വൈഡ്, പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ മാക്രോ ഉണ്ട് അല്ലേ. ഈ ഒരു സംഭവം കോപ്പി പേസ്റ്റ് ചെയ്ത് Realme 7 Proയിൽ ഇട്ടാൽ Realme X2യുമായിട്ട് ക്ലാഷ് ചെയ്യും. കാരണം Realme X2യിൽ വളരെ നോർമൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 64+8+2+2. അതും സാംസങ്ങിൻ്റെ ഐസോസെൽ GW1 ആണ്. സോ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ ഇവിടെ പ്രശ്നം വരും. കാരണം പിന്നെ ആൾക്കാർ വിചാരിക്കും ക്യാമറ സെറ്റപ്പ് എന്തായാലും Realme 7 Pro ആണ് നല്ലത്. 720G 730G ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, 720G മതി. സൂപ്പർ AMOLEDും കിട്ടുന്നുണ്ട്. സോ നല്ലൊരു ക്യാമറ സെറ്റപ്പ് 720G പിന്നെ സൂപ്പർ AMOLED ഞാൻ സാക്രിഫൈസ് ചെയ്തോളാം. എനിക്ക് Realme X2ൻ്റെ പ്രീമിയം ബിൽഡ് വേണ്ട, ഞാൻ Realme 7 Pro തന്നെ വാങ്ങും, അങ്ങനെ ചിന്തിക്കും. സോ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? Realme X2ൻ്റെ സെയിൽസ് കുറയും. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു നോർമൽ സാധാ Realme X2ൽ ഉള്ളതുപോലത്തെ ഒരു നോർമൽ നമ്മുടെ Realme X2ലും Poco X2ലും ഉള്ളതുപോലത്തെ നമുക്കൊരു നോർമൽ ക്യാമറ സെറ്റപ്പ് ഇടാം. 64+8+2+2. അങ്ങനെ ഇടുമ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കും, പിന്നെ Realme 6 Pro വെച്ച് നോക്കുമ്പോൾ ഒരു ഡീഗ്രേഡലായത് ഒരു അഡ്വാൻസ്മെൻ്റ് ഒന്നും അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല, ഇത് വളരെ മോശമായ ഒരു ക്യാമറ സെറ്റപ്പാണ്. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ ക്യാമറേൻ്റെ സെൻസർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഒരൊറ്റ ക്യാമറയുടെ സെൻസർ, അതായത് സാംസങ്ങിൻ്റെ ഐസോസെൽ GW1 സെൻസർ എടുത്ത് മാറ്റി നമുക്ക് സോണിയുടെ ലേറ്റസ്റ്റ് വന്ന സോണി IMX682 എടുത്തിടാം. അതിനു വേണ്ടി മാത്രമല്ല, നമ്മളിൽ മിക്കവരും 80-85% ഓഫ് ദ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ സെൻസർ മാത്രമാണ്. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ടെലിഫോട്ടോ ഒക്കെ അൾട്രാവൈഡ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ സെൻസറാണ്. സോ ആ ഒരു സെൻസർ അപ്ഗ്രേഡ് ചെയ്യുമ്പം ഒരു പുതുമയുടെ ഒരു ഫീല് കിട്ടും. അതിനോടൊപ്പം തന്നെ പരസ്യങ്ങളിൽ നമുക്കത് പറയുകയും ചെയ്യാം, സെക്കൻഡ് ജനറേഷൻ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണെന്നൊക്കെ പറയാം. പക്ഷേ സെക്കൻഡ് ജനറേഷൻ മെയിൻ സെൻസർ മാത്രമേ ഉള്ളൂ, ബാക്കി സെൻസറുകൾ കുറഞ്ഞിട്ടുണ്ട്. സോ ടെലിഫോട്ടോ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ജനറേഷൻ ക്വാഡ് ക്യാമറ എന്ന് പറയാം. സോ ക്യാമറ ഓൾമോസ്റ്റ് ഡിസൈഡായി. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ബാറ്ററി ആൻഡ് ചാർജിങ് ആണ്. സോ ഇപ്പോൾ ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പരസ്യങ്ങളിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഭവം കിട്ടുന്നില്ല.
ഓക്കെ, സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ഉണ്ട്, അത് റിയൽമി X2 ഉണ്ടല്ലോ. എന്താണ് അതിൽ ഒരു പുതുമ ഇല്ലല്ലോ. നമുക്ക് പ്ലാസ്റ്റിക് ബാക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല. 720G ഓൾറെഡി പറഞ്ഞതാണ്. 64 മെഗാ പിക്സലിൻ്റെ സോണി IMX682 പറയാം, പക്ഷേ ഒരു നോർമൽ യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ ഫോൺ യൂസർ സെൻസറിലേക്ക് ഇറങ്ങി നോക്കാൻ പോകുന്നില്ല. അപ്പോൾ ടെക് എന്തൂസിയാസ്റ്റ് ഒക്കെ ആണെങ്കിൽ, നമ്മുടെ പോലത്തെ ടെക് റിവ്യൂസ് ഒക്കെ ആണെങ്കിൽ എടുത്ത് നോക്കും. പക്ഷേ നോർമൽ യൂസറിന് വേണ്ടി സാംസങ് ആയാലും എന്ത്, സോണി ആയാലും എന്ത്, നല്ല ഫോട്ടോസ് കിട്ടിയാൽ മതി. സോ സ്റ്റിൽ അത്രയും മേജർ ഒരു പോയിന്റ് അല്ല. സോ ഒരു നോർമൽ യൂസറിനെ ശരിക്കും പറഞ്ഞാൽ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ഏതാണ്? ബാറ്ററിയും ചാർജിങ് അല്ലേ. ബാറ്ററി ബാക്കപ്പും ചാർജിങ് കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു റിയൽമി 7 പ്രോയിനെ ഒരു ചാർജിങ്ങിൻ്റെ ഫോണായിട്ട് നമുക്ക് സോണിയുടെ IMX682 നമുക്ക് പറയാം. പക്ഷേ അതിനോടൊപ്പം തന്നെ ചാർജിങ്ങിൻ്റെ ഒരു സംഭവം എടുത്ത് നമുക്ക് അതിൻ്റെ ഒരു വലിയൊരു സംഭവമാണ് എന്ന് പറയാം. സോ നമുക്ക് ചാർജിങ് അപ്ഗ്രേഡ് ചെയ്യാം എന്ന് വെച്ചാൽ അരമണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവാം, 35 മിനിറ്റ് കൊണ്ട് 40 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും എന്ന് പറഞ്ഞ് നമുക്ക് ഈ മിഡ് റേഞ്ചിൽ റിയൽമി 7 പ്രോയിന് ഇറക്കാം. അതിനുവേണ്ടി നമ്മൾ കറക്റ്റ് രീതിയിൽ ബാറ്ററിയുടെ കപ്പാസിറ്റിയും പവറും ചാർജിങ് പവറും നമ്മൾ അനൗൺസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം. സോ റിയൽമി 6 പ്രോയിൽ 4300 mAh ബാറ്ററിയാണ്, റിയൽമി X2 4000 mAh ബാറ്ററി ഉള്ളൂ. സോ നമുക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ 4000 mAh ബാറ്ററി ഇടാം. പക്ഷേ ഇപ്പം റിയൽമി 6 പ്രോയിൽ 4300 ആയിരുന്നു, അത് ഇനിയും കുറച്ചാൽ ആൾക്കാർ പറയും കംപ്ലീറ്റ് ഡീഗ്രേഡ് ആണ്. കാരണം ബാക്കി ഒരുപാട് മേഖലകളിൽ നമ്മൾ കുറച്ചിട്ടുണ്ട് റിയൽമി 6 പ്രോ വെച്ച് നോക്കുമ്പോൾ. സോ നമുക്ക് നമുക്ക് വേണമെങ്കിൽ 5000 ഇടാം. പക്ഷേ 5000 ഇട്ട് കഴിഞ്ഞാൽ റിയൽമി X2 കാലം ഒരുപാട് കൂടിപ്പോകും അല്ലേ, ആ ഒരു ബാറ്ററി മേഖലയിൽ ഒരുപാട് കൂടിപ്പോകും. സോ നമുക്ക് എന്ത് ചെയ്യാൻ, 4000 വേണ്ട 5000 വേണ്ട, നടുക്കിടാം. 4500 ഇട്ടിട്ട് നമുക്ക് അതിനോടൊപ്പം തന്നെ ഒരു 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊടുക്കാം. സോ 5000 ഇട്ടാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കും. സോ 4500 ആണ് ഒരു ബെസ്റ്റ് ഒരു സ്വീറ്റ് സ്പോട്ട്. സോ 4500 mAh ബാറ്ററി ഉണ്ടെങ്കിൽ ഒരു 65 വാട്ടിൻ്റെ ചാർജർ വെച്ച് നമുക്ക് ഏകദേശം 30-35 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ കഴിയും. സോ നമുക്ക് അത് അങ്ങനെ ഡിസൈഡ് ചെയ്യാം. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 20,000 തൊട്ട് താഴെ 19,999 നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, പക്ഷേ പ്രോബ്ലം എന്താണ്? 6GB 64GB എടുത്ത് മാറ്റേണ്ടി വരും. കാരണം 6GB 64GB നമ്മൾ അനൗൺസ് ചെയ്താൽ ഈ പ്രൈസിൽ അത് ശരിയാവത്തില്ല, പ്രൈസ് കൂടിപ്പോകും. ഓക്കെ, സോ 6GB 64GB നമ്മൾ അനൗൺസ് ചെയ്താൽ ഏകദേശം 17,500 18,000 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് ആ റേഞ്ച് പറ്റത്തില്ല, കാരണം ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു പോകും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 64GB കൂടി ചേർത്തിട്ട് നമുക്ക് 20,000 ആ ഒരു പ്രൈസ് റേഞ്ച്, അതായത് 19,999 നമുക്കത് അനൗൺസ് ചെയ്യാം, ലോഞ്ച് ചെയ്യാം. സോ നമ്മുടെ പ്രൈസാണ് 19,999 റുപ്പീസ്. വേരിയൻ്റ് ആണ് 6GB 128GB. ഇതുകൊണ്ടുള്ള മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ടൈം റിയൽമി 8 പ്രോ കൊണ്ടുവരുമ്പം നമുക്ക് 6GB 64GB 19,999 ഇറക്കാം അല്ലേ. കാരണം അപ്പോൾ എന്നാലും 20,000 താഴെ ആയിരിക്കും. ചിലപ്പോൾ അത് ഒരു പ്ലാൻ ആയിരിക്കും, നമുക്കറിയില്ല. നമുക്കത് നെക്സ്റ്റ് ടൈം റിയൽമി 8 പ്രോ വന്നാൽ ഇത് അറിയാൻ കഴിയുള്ളൂ. റിയൽമി 6 പ്രോയിൻ്റെ 6GB 128GB 18,999 ആണ്. പക്ഷേ 6GB 64GB വേരിയൻ്റ് ഉണ്ട് 17,999. സോ ആൾക്കാർക്ക് വേണമെങ്കിൽ അത് വാങ്ങാം. അത്രയും 18,000 മാത്രം ബഡ്ജറ്റുള്ളവർക്ക് റിയൽമി 6 പ്രോ എടുക്കാം. സൂപ്പർ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റും പിന്നെ LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ പ്രീമിയം ലുക്കും ബിൽഡും 720 എല്ലാം കിട്ടും. അതല്ല 20,000 കറക്റ്റ് ബഡ്ജറ്റ് ഉള്ളവന് വേണമെങ്കിൽ റിയൽമി X2 വാങ്ങാം, റിയൽമി 7 പ്രോയും വാങ്ങാം. ഈ രണ്ട് ഫോൺസ് നോക്കിയാൽ നോർമലി ഒരാൾ റിയൽമി X2 വാങ്ങുള്ളൂ. കാരണം സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ, ഗ്ലാസ് ഫ്രണ്ടും ബാക്കും ഗ്ലാസിൻ്റെ ബിൽഡ്, 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ആരും സോണി ആണോ സാംസങ് ആണോ ഒരു നോർമൽ യൂസർ നോക്കാൻ പോകുന്നില്ല. 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്, 4000 mAh ബാറ്ററി ഉള്ളൂ. പക്ഷേ ഇവിടെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. സോ അത്രയും കുറഞ്ഞ ഫാസ്റ്റ് ചാർജിങ് ഒന്നുമല്ല. അവിടെ 65 വാട്ട് കിട്ടുന്നുണ്ട് റിയൽമി 7 പ്രോ. പക്ഷേ 30 വാട്ടും അത്രയും കുറഞ്ഞ ഫാസ്റ്റ് ചാർജിങ് ഒന്നുമല്ല. നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റ് രീതിയിൽ തന്നെ ചാർജ് ചെയ്യും. ഓക്കെ, സോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം റിയൽമി 7 പ്രോ പിന്നെ ആരും മേടിക്കുകയില്ല അല്ലേ. ഓബ്വിയസ്ലി റിയൽമി 7 പ്രോ ഒരു പുതിയ ഫോണാണെങ്കിലും റിയൽമി X2 നല്ല സൂപ്പർ ഹിറ്റ് നല്ല റിവ്യൂ ഉള്ള ഒരു ഫോണാണ്. എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഓൾറൗണ്ടറാണ്. പിന്നെ ഒരാൾ എന്തിനാണ് 7 പ്രോ വാങ്ങുന്നത് റിയൽമി 7 പ്രോ? ഈ ഒരു സംഭവം മാറ്റാൻ വേണ്ടി പിന്നെ ഇപ്പം റിയൽമി X2 കുറച്ചുകൂടെ മാനുഫാക്ചർ ചെയ്യാൻ കുറച്ചുകൂടെ വില കൂടുതലായിരിക്കും. കാരണം ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5 ഇടണം. സോ ഒരു ബ്രാൻഡിൻ്റെ പെർസ്പെക്റ്റീവ് നിങ്ങൾ ചിന്തിച്ചാൽ ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5 വേണം, AMOLED വേണം, അത് 730G വേണം, 30 വാട്ടിൻ്റെ ചാർജർ കൊടുക്കണം. ഇതൊക്കെ ഇടുമ്പോഴേക്കും വില കൂടും ആ ഫോണിൻ്റെ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വില കൂടും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റിയൽമി X2ൻ്റെ ബാക്കി എല്ലാം വേരിയൻറ്റിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം. സോ 4GB ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, 4GB 64GB 6GB 128GB ഇതൊക്കെ എടുത്ത് മാറ്റി നമുക്കിതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു 8GB
256 GB വേരിയൻ്റ് ഇറക്കാം മാർക്കറ്റിൽ, അതും നല്ലൊരു പ്രൈസിൽ, ഏകദേശം ഒരു 23,000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 23,000 രൂപയുടെ ഒരു പ്രൈസ് ടാഗിൽ നമുക്ക് ഈ ഒരു റിയൽമി X2 ഒരു പ്രീമിയം വേരിയൻറ്റ് ഇറക്കാം. സോ നമ്മൾ റിയൽമി X2 6GB എല്ലാം വേരിയൻ്റ് എടുത്ത് മാറ്റുമ്പോഴേക്കും റിയൽമി 7 Proൻ്റെ കോമ്പറ്റീഷൻ കുറയും. കാരണം ആ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് റിയൽമി X2 കിട്ടില്ല. നിങ്ങൾക്ക് റിയൽമി X2 തന്നെ വേണമെങ്കിൽ, അതായത് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ, 64 MP ക്യാമറ, ഫ്രണ്ടും ബാക്കും Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ ഹയസ്റ്റ് ടോപ്പ് വേരിയൻറ്റ് മാത്രമേ വാങ്ങിച്ചേ മതിയാവൂ. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ 8GB 256GB വേരിയൻറ്റ് വാങ്ങാം അറ്റ് 23,000 rupees. അങ്ങനെയാകുമ്പം എന്താ പറയുന്നത്, കമ്പനിക്ക്, റിയൽമി ആയ കമ്പനിക്ക് പ്രോഫിറ്റും കൂടും അല്ലേ. ആ ഒരു അത്രയും വില ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പം ഒന്ന് റിയൽമി 7 Proൻ്റെ മേളിലാണ് നമുക്ക് തോന്നും, ഒരു പ്രീമിയം ബിൽഡും വരും, ഒരു പ്രീമിയം ലുക്ക് വരും, ഒരു പ്രീമിയം പ്രൈസും നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും. സോ ഇതായിരുന്നു ഒരു ഡിസിഷൻ മേക്കിംഗ്, സ്ട്രാറ്റജി ഡിസിഷൻ മേക്കിംഗ്, എങ്ങനെയാണ് ഒരു ബ്രാൻഡ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഇത് 100% ആക്യുറേറ്റ് ആണോ? അല്ല, ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്താൽ മതി. ഞാൻ കുത്തിയിരുന്ന് കുറച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. സോ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.